സമയത്ത് ഇപ്പോൾ കുട്ടിക്ക് 18 വയസ്സുണ്ട്, പക്ഷെ അതൊരു അതിജീവിതയാണ്. ആ കുട്ടിയെ ഇതിനകത്തിട്ട് ഒരു വിക്ടിമിനെ അതിനകത്തിട്ട് ഇതാക്കരുത് നിങ്ങൾ ദയവ് ചെയ്ത്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. പിന്നെ ഇതാര് നിങ്ങൾ ഇനിയും ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടും നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന്റെ ഫുൾ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. ഞാനിത് എന്റെ പൊന്നു പെണ്ണുപിള്ളേ, നിങ്ങൾക്ക് മെന്റലി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാരണം എനിക്കിപ്പോൾ വളരെ വലിയ ഡൗട്ടാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച്. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നതല്ല മറ്റന്നാ പറയുന്നത്. എന്നാൽ ഈ 2-3 ദിവസം പറഞ്ഞതായിരിക്കത്തില്ല പിന്നെ ഒരു മാസം കഴിഞ്ഞ് പറയാനായിട്ട് പോകുന്നത്. കാണിക്കുന്നത് വേറെ കാര്യങ്ങൾ. അയച്ചു കൊടുത്ത കാര്യങ്ങളെല്ലാം വളരെ വിശ്വസ്തയോടുകൂടി ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അയച്ചു കൊടുത്തതാണ്. അയച്ചു കൊടുക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശം തന്നെ മറ്റൊരാൾ കാണുക കേൾക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പം പിന്നെ അത് സീക്രട്ടായിട്ട് നിങ്ങൾക്കുള്ളൊരു കാര്യമല്ലല്ലോ. അത് കൃത്യമായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം. സീക്രട്ടായിട്ട് വെക്കാൻ ഉദ്ദേശിക്കാത്ത കാര്യമായിരിക്കും നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് കാണാനും കേൾക്കാനായിട്ട് കൊടുക്കുന്നത്. സീക്രട്ടായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യ പട്ടിക്കുഞ്ഞ് പോലും പോയ കാറ്റ് പോലും അറിയാത്ത രീതിയിലായിരിക്കും പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇവർക്ക് രാത്രി വേറൊരു രൂപം, രാവിലെ വേറൊരു രൂപം. സത്യം പറഞ്ഞാൽ റസൂ പൂക്കുട്ടിനകത്ത് പെട്ട് കിടക്കുമെന്നാണ് തോന്നുന്നത്. അനങ്ങാനും പിരിങ്ങാനും തിരിങ്ങാനും പറ്റാത്ത രീതിയിൽ അളിയൻ പോയി. ആ അനങ്ങാൻ പറ്റാത്ത സ്ഥലത്തോട്ട് മറ്റേ ഓസ്കാർ കയറ്റി അടച്ച് കറക്റ്റ് ആ ബാലൻസ് ചെയ്ത സാധനമൊക്കെ നിർത്തി. അതാണ് ഈ സാധനം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുക. കഴിഞ്ഞ ദിവസം രാവിലെ ദിയാസൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയ പുകലുകളും പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അപവാദങ്ങളും ഡ്രഗ്സിന്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊണ്ടുവന്നിരുന്ന ഒരു ചേച്ചി രാത്രി 12:17, അതായത് രാവിലെ വെളുപ്പിനെ, അതായത് മിഡ് നൈറ്റ് എന്ന് കൂട്ടിക്കോ, 12:17 ദിയയ്ക്ക് അയച്ച മെസ്സേജ് എടുത്ത് സ്റ്റോറി ഇട്ടേക്കും. ഒന്ന് ആലോചിച്ച് നോക്കെ. ചട്ടിയും കലവാകുമ്പോൾ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും. വിട്ട് കള ദിയ, സോറിടാ, എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. ആ ദേഷ്യത്തിൽ ഇരുന്നപ്പോൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതാടാ. അയ്യോ, ആ ദേഷ്യത്തിൽ ഇരുന്നപ്പോൾ എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞത്? ആ ദേഷ്യം എവിടെ നിന്നാണ് തുടങ്ങിയത്? ഒരാൾക്ക് ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ ഒരു വീഡിയോ ഓണാക്കിയിട്ട് ഓൺ ദ സ്പോട്ടിൽ ചിലപ്പോൾ നിന്ന കോലത്തിൽ ഇരുന്ന് പറയുന്നതായിരിക്കും ദേഷ്യത്തിൽ പറയുന്ന കാര്യം. എന്നാൽ ദേഷ്യത്തിൽ പറയാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് ഈ ദിയാസനയുടെ പേര് സജ്ന വലിച്ചഴക്കിയത് എവിടെയാണ്? ഒരു ഇന്റർവ്യൂവിൽ. അതെങ്ങനെയാണ്? നല്ല രീതിയിൽ ഒരുങ്ങി വെടുപ്പായിട്ട് എന്തൊക്കെ പറയണമെന്നുള്ള കാര്യത്തിലെല്ലാം സ്ക്രിപ്റ്റഡ് ആക്കി കൃത്യമായിട്ട് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യത്തിന് തിരിച്ച് മറുപടി പറയുന്നു. അങ്ങനെ പറയുമ്പോൾ അതെങ്ങനെയാണ്? ആ ദേഷ്യത്തിന് വിളിച്ചു പറഞ്ഞതാണെന്ന് തോന്നുന്നത്. സ്ക്രിപ്റ്റഡ് ആക്കി, ദേഷ്യമാക്കി, ആ ദേഷ്യത്തെ നല്ലൊരു സ്ക്രിപ്റ്റ് ആക്കി ഉണ്ടാക്കി, തിരക്കഥ, സംവിധാനം, സംഭാഷണം എല്ലാം സജ്ന നൂറ. പിന്നെ സൗണ്ട് മാത്രം പൂ 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 റസൂ പൂക്കുറ്റി അണ്ണന് കൊടുക്കണം. അങ്ങനെയാണ് കൊടുക്കണം. അങ്ങനെ കൊടുത്ത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു സാധനമല്ലേ തന്നെ. അപ്പൊ പിന്നെ ഇങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി. ഇതിനകത്ത് വിളിച്ച് പറയുന്നത് എന്തൊക്കെയാണെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇന്ന് എന്നിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ നിങ്ങൾ തന്നെ കണ്ടു എന്ത് പറയണമെന്നില്ല. അതിനകത്ത് ഇപ്പൊ നമ്മളാണ് വിഷയം. അതായത് വെടി വെച്ചവനും കുഴപ്പമില്ല, വെടി കൊണ്ടവനും കുഴപ്പമില്ല, ഈ ഒച്ച കേട്ടവനാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കാൻ പോകുന്നത്. എന്നാ കണ്ടുവരാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ആ കുട്ടിയുടെ പേര് വരെ അതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു എവിടെയെങ്കിലും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം നടന്നാൽ നമ്മൾ അതിജീവിത എന്നാ പറയുന്നത്. പേര് പോലും നമ്മൾ ആരുടെയും പറയില്ല. പിന്നെ ഇത് കേസ് നടക്കുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ കാര്യം പോലും, ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇത് തെളിവിന് വേണമെങ്കിൽ അന്ന് എടുത്തിടാം, എവിടെ വേണമെങ്കിലും എനിക്ക് മീഡിയ എടുത്തിടാം. പക്ഷേ എനിക്കിത് കേസ് നടക്കുന്നതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഒരു ലീഗൽ വശത്തിൽ ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ അറിയായിരുന്നില്ലേ? അത് വ്യക്തമായിട്ട് ആ വോയിസ് ക്ലിപ്പ് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി അറിയാമെന്നുള്ള കാര്യം. ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. അതിനകത്ത് ഓപ്പോസിറ്റ് നിന്ന പെണ്ണിന് എത്ര പ്രായമുണ്ടെന്ന് പോലും കൺസിഡർ ചെയ്യാതെ നിന്റെ അതേ വേവ് ലെങ്തിലാണെന്ന രീതി തന്നെ സംസാരിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് അതിനെ അതിജീവത എന്നൊന്നും അഭിസംബോധന ചെയ്ത് വീണ്ടും വെള്ളയടിക്കാനായിട്ട് നിൽക്കാതെ ഓൾറെഡി പോയി. വാരി എറിഞ്ഞ ചെളിക്കും വൃത്തികേടായിട്ടുള്ള സാധനങ്ങളൊന്നും മായ്ച്ചു കളയാനായിട്ട് കഴിയത്തില്ല. ഞാനിത് പ്ലേ ചെയ്യാത്തതും അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾപ്പിക്കാഞ്ഞതും ഇത് എൻ്റെ വിശ്വാസത്തോടെ ഞാൻ 2 ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഇതാണ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അവരത് അയ്യോ എടാ ഇങ്ങനെ വന്ന് പറയുമ്പോ ഞങ്ങൾ പറഞ്ഞു അയ്യോ സജിന ഭയങ്കര വിശ്വസ്തയോടുകൂടി 2 പേർ കൊടുത്തെന്ന്. എടി വെണ്ണേ, ഇതുപോലൊരു കാര്യം നീ ഇപ്പൊ പറയുന്നു ഇത്രയും വലിയ ഒരു സെൻസിറ്റീവ് സാധനമാണെന്ന്. അങ്ങനെ ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് അയച്ചു കൊടുത്ത് നിന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട അവസ്ഥ എന്താണ്? ഇങ്ങനൊരു കാര്യത്തിന്റെ നിരപരാധിത്വം അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യത്തിന്റെ സത്യസന്ധത എവിടെയാണ് തെളിയിക്കേണ്ടത്? നിയമത്തിന്റെ മുന്നിലാ. അപ്പൊ ആ രീതിയിലല്ലേ മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ ഞാൻ വളരെ സീക്രട്ടായിട്ട് വെച്ച കാര്യം ഞാൻ 2 മീഡിയയ്ക്ക് അയച്ചു കൊടുത്തു. ആർക്ക്? മീഡിയ. അയ്യോ, എന്നിട്ട് അവരത് പുറത്തു വിട്ടില്ല എന്ന്.
ഭയങ്കര സത്യസന്ധതയായിപ്പോയി. മീഡിയയ്ക്ക് അയച്ചു കൊടുത്തെന്ന്. മീഡിയ ഇത് കിട്ടിയപ്പോഴത്തേക്ക് കൈയും കെട്ടി ഇങ്ങനെ നോക്കിയിരുന്നു. ആഹാ, ഇത്രയും നല്ലൊരു കാര്യം സജിന പറഞ്ഞത് കൊണ്ടും സജിനയുടെ സീക്രട്ട് ആയതുകൊണ്ടും ഞങ്ങൾ ആരോടും പറയുന്നില്ല, സജിന തന്നെ കൊണ്ടുവെക്കോ. സജിന സീക്രട്ട് സ്വന്തമായിട്ട് സ്വന്തം മനസ്സിൽ വെക്കുന്ന കാര്യമായിരിക്കും സീക്രട്ട്. അല്ലാതെ മറ്റൊരുത്തനത് അറിയുന്നുണ്ടെങ്കിൽ അത് സീക്രട്ട് അല്ല. അത് ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം വീഡിയോ ചെയ്യാനായിട്ട്. അവരും അത് തന്നെ, അവരുടെ ലീഗൽ വശം അവർക്ക് അറിയാവുന്നുണ്ട്. ആ ചാനലുകാർ ഇട്ടിട്ടില്ല, അവരും അത് പറയുന്നുണ്ട്. പിന്നെ ഈ സാധനവും മിസ്സായത് തികച്ചും ദിയാസനയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് പല യൂട്യൂബ് ചാനലിലും കയ്യിലെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ സ്റ്റേഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ പല തെളിവ് സഹിതം പല കാര്യങ്ങളും ദിയാസനയുടെ കയ്യിലുണ്ട്. ഞങ്ങൾ തന്നെ അവിടെ നിന്ന് ദിയാസനയുടെ കയ്യിൽ നിന്ന് ഈ വോയിസ്. അപ്പൊ സീക്രട്ട് എവിടെ? നീ തന്നെ പറയുന്നല്ലോ ഇത് നീ സംസാരിച്ച കാര്യമാണ്, വളരെ സീക്രട്ടായിട്ട് വെച്ചെന്ന്. വളരെ സീക്രട്ടായിട്ട് വെച്ചപ്പോ എങ്ങനെ ദിയാസനയ്ക്ക് പോയി? അപ്പോൾ അവിടെ സീക്രട്ട് ഉണ്ടോ? അല്ല. 1 ൽ നിന്നും 2, 2 ൽ നിന്നും 4, 4 ൽ നിന്നും 8, 8 ൽ നിന്നും 16, 32 അങ്ങനെ നീണ്ടു പോകും. മറ്റേ 2 കാലിനകത്ത് നമ്മൾ കൊടുക്കുന്നൊരു കളിയുണ്ടല്ലോ, അതുപോലെ സെറ്റപ്പ് ഈ സാധനം. അതുകൊണ്ട് ഞാൻ ആർക്കും അയച്ചില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ആരെങ്കിലും അയക്കാതിരിക്കുവോ? സീക്രട്ടാണ് പോലും സീക്രട്ട്. ഞങ്ങൾ അവിടെയും ഇവിടെയും നിന്ന് കളിച്ച് ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുന്ന സിറ്റുവേഷനിൽ പോലും വെൽ പ്ലാൻഡ് ആയിട്ടാണ്, ഫുൾ റെക്കോർഡ് ചെയ്യിച്ചിട്ടാണ് ഇതെല്ലാം പറയിപ്പിച്ച് വെളിയിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യം എന്നെ ട്രിഗർ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയും, ഞാൻ ഓരോന്ന് പറയും. അപ്പോൾ അത് കേൾപ്പിച്ച് അദ്ദേഹത്തിനെ കേൾപ്പിക്കും. അപ്പോൾ അയാൾക്ക് ട്രിഗർ ചെയ്തിട്ട് അയാൾ അത് അടുത്ത പുള്ളി വന്ന് അടുത്ത വോയിസ് റെക്കോർഡ് ഇറക്കും. ഇങ്ങനെ അങ്ങനത്തെ വോയിസ് റെക്കോർഡുകളൊക്കെ ഇറങ്ങുന്നതിന്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ അങ്ങോട്ട് ഇടനിലക്ക് ആൾക്കാർ നിന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടുപ്പിച്ചെന്നോ? എൻ്റെ പൊന്ന് സജിന, കഴിഞ്ഞ 1.5-2 മാസത്തിനുള്ളിലായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ വീഡിയോസ് അവർക്കെതിരെ പോസ്റ്റ് ചെയ്യും. ഇതുപോലൊരു പെൺകുട്ടിയുടെ ഒരു ആരോപണം വന്നിട്ടുണ്ട്, ഞാൻ അതിൻ്റെ തെളിവ് സഹിതം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത് ഈ പറയുന്ന വ്യക്തി തന്നെയാണ്. അതിനെ തുടർന്ന് ഫിറോസ് വേറൊരു വീഡിയോ പുറത്തിറക്കി. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് അടുത്ത വീഡിയോ പുറത്തിറക്കി. പിന്നെ ഒരു ഗ്യാപ്പ് അങ്ങോട്ട് കുറേ ഒരു മാസം ഗ്യാപ്പ്, 30 ഡേയ്സ് ഗ്യാപ്പിന് ശേഷം വന്നിട്ടാണ് നിങ്ങൾ വേറൊരു അമിട്ട് പൊട്ടിക്കുന്നത്. ആ അമിട്ട് അങ്ങോട്ട് പൊട്ടിച്ചതോട് കൂടി തന്നെ, അതായത് മറ്റേ 9 വീക്സ് എന്ന് പറഞ്ഞൊരു സാധനം ഇട്ട് പിന്നെ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നു. അയ്യോ എന്നെ ഹാക്ക് ചെയ്തേ, എന്നെ അവരെല്ലാം കൂടെ ചേർന്ന് ഹാക്ക് ചെയ്തേ. സത്യത്തിൽ നിന്നെ ഹാക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാർ എന്നെ ഹാക്ക് ചെയ്തേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വന്ന്, അപ്പൊ അത് ഹാക്കിംഗ് അല്ലെന്ന് കണ്ട എല്ലാ ജനങ്ങൾക്കും മനസ്സിലായപ്പോൾ അവരവരുടെ കാര്യങ്ങൾ പുറത്തു വിട്ടു. അപ്പൊ ഫിറോസ് വിചാരിച്ചു ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു ഷോ ഹർ ഡാറ്റി ബ്ലഡി ഫേസ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുത്ത് പുറത്തു വിടുന്നു. അങ്ങനെയല്ല ഉണ്ടായത്. അല്ലാതെ പരസ്പരം നിങ്ങൾക്കിടയിലെ വാട്സപ്പ് ചാറ്റിലെ ഗ്രൂപ്പിനിടയിൽ ഉണ്ടായ ഒരു തർക്കമല്ല ഇത് ജനങ്ങൾക്കിടയിലേക്ക് നിങ്ങളായിട്ട് തന്നെ കൊണ്ടുവന്നിട്ട് മെഴുകി കളഞ്ഞൊരു തർക്കം തന്നെയാണിത്. അങ്ങനെ വലിയ ശുദ്ധികലാശം ഒന്നും ഇപ്പോഴും നടത്തല്ലേ, സമയമുണ്ട്. തികച്ചും ദിയാസനയുടെ കാര്യങ്ങൾ മറപ്പിക്കാൻ വേണ്ടിയിട്ട് ദിയാസന ഇപ്പൊ കുറെ ഡേറ്റിന്റെ കുറെ സംഭവങ്ങൾ ഞാൻ ദിയാ നീ എന്റെ വീട്ടിൽ വന്നിട്ടില്ല, ശരി സമ്മതിച്ചു, തീർന്നില്ലേ, പക്ഷെ നീ ടെസ്റ്റ് ചെയ്യൂ. വീണ്ടും ഞാൻ പറയുന്നു, നീ ടെസ്റ്റ് ചെയ്യാനല്ലേ. ഒന്നെങ്കിൽ പറയുന്നതിനകത്ത് ഒരു വ്യക്തത വേണം, ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയണം. നമുക്ക് ആർക്കും ടെസ്റ്റ് ചെയ്ത് കാണണ്ട. നമ്മുടെ ടോപ്പിക്ക് അതല്ലല്ലോ. ദിയാസന ഇതിനകത്ത് ടോപ്പിക്കല്ല. പ്ലീസ് ദിയാസന എടുത്ത് മാറ്റൂ, കാര്യത്തിലേക്ക് വരൂ. നിങ്ങൾ കാര്യത്തിലേക്ക് വന്ന് സംസാരിക്കും. ദിയാസനെ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് ഞങ്ങൾക്ക് ആർക്കും കാണണ്ട. അതിനി നിയമപാലകർക്ക് കാണണമെങ്കിൽ അവരത് കണ്ടോട്ടെ, നമുക്കതിപ്പോൾ കാണണ്ട. അങ്ങനെ നിയമപാലകർ ഇത് കണ്ടുവരുമ്പം നമുക്ക് വേണമെങ്കിൽ ഇതൊരു ടോപ്പിക്കായിട്ട് എടുക്കാം. അല്ലാതെ നമുക്ക് വേണ്ട ദിയ ഈ വീഡിയോ കാണുന്നെങ്കിൽ ദിയയുടെ ടെസ്റ്റ് റിസൾട്ട് ആർക്കും കാണണ്ട. അത് നിങ്ങളുടെ പേഴ്സണൽ സാധനമാണ്, നിങ്ങൾ പേഴ്സണലായിട്ട് വെച്ചത് ഇവിടെ ആർക്കും കാണണ്ട. നമ്മുടെ ടോപ്പിക്ക് വിട്ട് നിങ്ങളും പോകരുത്, ടെസ്റ്റ് റിസൾട്ടുമായിട്ട് ദിയയും വരരുത്. ഇപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് എനിക്കുണ്ടെങ്കിൽ ഞാൻ ഈ നിമിഷം വന്ന് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് എന്നല്ല ഒരു വിശ്വാസമുണ്ട്, പക്ഷെ എന്താ ദിയയ്ക്ക് ഒരു വിശ്വാസമില്ലേ? അത് മറയ്ക്കാൻ വേണ്ടി ദിയാസനെ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരവും തെണ്ടിത്തരവും തന്നെ പറയാം. കാരണം ഇപ്പം കാണിച്ച ഈ വോയിസ് റെക്കോർഡ് ലീക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ പല ചാനൽസുകാരുടെ കയ്യിലും ആ വീഡിയോ വോയിസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെല്ലാം ബഹുമാനിച്ച് തന്നെ പറയുന്നത്, യൂട്യൂബ് ചാനൽസിൽ നിങ്ങൾക്കുള്ള വരുമാനം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ, പക്ഷെ നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങളത് പ്ലേ ചെയ്യരുത്. അങ്ങനെ പ്ലേ ചെയ്തിട്ടുള്ളവരെല്ലാം ദയവ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് കേസ് വഴി പോകുന്നതാ, ഇത് ആര് വഴി വന്നു, എങ്ങനെയാണെന്നുള്ള എല്ലാം വെളി വരും. നിങ്ങളും കൂടെ നിങ്ങളുടെ ചാനലും കൂടെ പൂട്ടുന്ന രീതിയിലായിരിക്കും. ഇപ്പം എത്രയോ വോയിസ് കൂടി ഞങ്ങളതെല്ലാം വന്നു, അത് ഓക്കെ, അത് അവിടെ കിടന്ന് ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ അല്ല 17 വയസ്സ് വോയിസിൽ സംസാരിക്കുന്നത് ഈ പെണ്ണുമ്പിള്ള. ഇവര് വരുന്ന സീക്രട്ടായിട്ട് ഞാൻ കണ്ട അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ ഈ വോയിസിന്റെ സോഴ്സ് എവിടെയായിരിക്കും എത്തുന്നത്? ഈ 12 പേരെ പിടിക്കുന്നു, അത് ചുരുങ്ങി 6 പേരിലേക്ക് എത്തുന്നു, അത് 3 പേരിലേക്ക് എത്തുന്നു, അത് 2 പേരിലേക്ക് എത്തുന്നു, അവസാനം ഒരാളിലേക്ക് എത്തുന്നു. അത് ആരുടെ ഫോണ്, ആര് വ്യക്തി? നേരെ ഈ വ്യക്തി, ഈ ഫോട്ടോയിൽ കാണുന്ന ഈ വ്യക്തിയുടെ അടുത്തേക്കല്ല ഇത് എത്തുന്നത്. അപ്പൊ പിന്നെ ഇങ്ങനെ വളഞ്ഞിട്ട് പിടിക്കണോ? ഒറ്റയടിക്ക് പോയി കഴുത്തിനെങ്കിൽ പിടിച്ചാൽ പോരെ, അത്രയല്ലേ ഉള്ളു. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തുവാ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്ലാരിറ്റി നമുക്ക് മനസ്സിലാവുന്നില്ല.
17 വയസ്സുകാരി ആവാത്ത ഒരു പൂർത്തിയാവാത്ത ഒരു കൊച്ചിൻ്റെ ആ സമയത്ത് ഇപ്പോൾ കുട്ടിക്ക് 18 വയസ്സുണ്ട്, പക്ഷേ അതൊരു അതിജീവിതയാണ്. ആ കുട്ടിയെ ഇതിനകത്തിട്ട് ഒരു വിക്ടിമിനെ അതിനകത്തിട്ട് ഇതാക്കരുത് നിങ്ങൾ ദയവ് ചെയ്ത്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. പിന്നെ ഇതാരും നിങ്ങൾ ഇനിയും ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടും നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഫുൾ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. ഞാനിത് സ്റ്റേഷനിൽ കൊണ്ട് നേരത്തെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ റെക്കോർഡ്സ് കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ലീക്കാവും, എനിക്ക് പേടിയുണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ അന്നേ ഞാൻ കേസ് ഫയൽ ചെയ്ത് വെച്ചുകൊണ്ട് എന്തായാലും എൻ്റെ തലയിൽ വരത്തില്ല. ഞാൻ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ 2 ചാനൽ വെച്ചിട്ടുണ്ട്, അവർക്കും ഈ ലീഗൽ വശമായതുകൊണ്ട് അവരും ലീക്ക് ആക്കത്തില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പം ലീക്കാക്കിയ വ്യക്തി ആരാണെന്ന് എനിക്ക് വ്യക്തതയായിട്ടുണ്ട്. കാരണം ഇത്രയും വോയിസ് റെക്കോർഡ് ആരൊക്കെയാണോ ലീക്കാക്കിയ ആ ദിയാസന തന്നെയാണ് ഇത് ലീക്കാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ ദയവ് ചെയ്ത് ഞാൻ പറയുക, വീണ്ടും ദിയയുടെ കാര്യങ്ങൾ മറക്കാൻ വേണ്ടി ദിയ പല കാര്യങ്ങളും കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ദിയാസന, നീ ഇപ്പോഴും ഞാൻ പറയുന്നു, നീ ചെയ്തിട്ടില്ല എങ്കിൽ, ഞാനിപ്പം എൻ്റെ ഡേറ്റ് വന്നിട്ട് ആ ഡേറ്റിൽ ഇവിടെ എത്തിയിട്ടില്ല, ഈ ഡേറ്റിൽ ഇവിടെ എത്തിയിട്ടില്ല എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നീ ചെയ്തിട്ടില്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യൂ കുട്ടി. പേടിയുണ്ടോ? എന്തിനാണ് ഈ വെറുതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പെണ്ണുമ്പുള്ള എന്തുവാ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ വീഡിയോ ലീക്കാക്കിയത് ദിയയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ പോയി ടെസ്റ്റ് ചെയ്യൂ. ഈ ലീക്കാക്കിയതും ടെസ്റ്റ് ചെയ്യുമ്പോൾ തമ്മിൽ എന്തോ ബന്ധം എനിക്ക് മനസ്സിലാവുന്നില്ല. ലീക്കാക്കിയത് ദിയയാണെന്നുണ്ടെങ്കിൽ നീ പോയി ടെസ്റ്റ് ചെയ്യൂ കുട്ടി, ടെസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കൂ. ലീക്കാക്കിയത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒലിച്ചിറങ്ങുന്നതൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുമോ? അറിയത്തില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഇനിയിപ്പോൾ ഇവരുടെ അഭിപ്രായത്തിലും പുതിയ സാങ്കേതിക വിദ്യ ഒന്നും അറിയത്തില്ല. നമ്മൾ നേരം വെളുത്ത കാറിനെ കയറി വീഡിയോ ഇടുന്നുണ്ട്, ഈ നാട്ടിൽ നടക്കുന്ന വേറെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ലീക്ക് ആവുന്നത് ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റുമെങ്കിൽ എനിക്കറിയത്തില്ല. അങ്ങനെങ്ങാണ് പുതിയ ടെക്നോളജി വല്ലതും വന്ന് ജപ്പാനിൽ നിന്ന് വല്ല ഇറങ്ങിയതായിരിക്കും. ചേച്ചി നേരത്തെ അറിഞ്ഞാണ് അവർക്ക് ആ ടെക്നോളജിയെ കുറിച്ച്. അതാ സംഭവം. എവിടെ നിന്നൊക്കെ ആണെങ്കിലും ദിയയുടെ കയ്യിൽ നിന്ന് ആയിക്കോട്ടെ, എന്നാ നിങ്ങൾ പറയുന്നു ദിയെന്ന്, ദിയയുടെ കയ്യിൽ നിന്ന് ലീക്കായി എന്ന് പറയുമ്പോഴും ദിയയുടെ കയ്യിൽ എങ്ങനെ എത്തി? ഇറ്റ്സ് എ സോഴ്സ്. ദിയ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്തോ? OTP ഇട്ടാ OTP പറഞ്ഞിട്ട് ഹാക്ക് ചെയ്തോ? പണ്ടൊരു ഹാക്കിങ്ങിന്റെ കഥ കൊണ്ടുവന്നായിരുന്നു, 9 വീക്സ്. ഒറ്റ തട്ടായിരുന്നു, ബലൂൺ പൊട്ടുന്നതിനെക്കാട്ടും സ്പീഡിൽ അവസാനം പൊട്ടിപ്പോയത്. ഇനി പുതിയതുമായിട്ട് വരിക ന്യൂജൻ കോമഡികൾ. സജ്ന നൊറ ന്യൂജൻ കോമഡികൾ. നെക്സ്റ്റ്. നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ ക്രൂശിച്ച് നിങ്ങൾക്ക് ഒരു ബിസിനസ് ആക്കാതെ നിങ്ങൾ നല്ല ഇങ്ങനെ വൃത്തിയോട് ചെയ്യുന്ന ആൾക്കാരെ പുറത്ത് കൊണ്ടുപോവാ പ്ലീസ്. ഞാൻ അത് തന്നെ ചേച്ചി, സത്യമായിട്ടും അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. അത് തന്നെയാണ്, ഈ വൃത്തികേട് ചെയ്യുന്നവരെ പുറത്ത് കൊണ്ടുവരാന്ന്. അല്ല അങ്ങനെ തന്നെയല്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു മാറ്റമില്ല ചേച്ചി. ഇനി ഇടയ്ക്കൂടെ എനിക്ക് മോട്ടിവേഷൻ ഒന്നും തരട്ടെ, കറക്റ്റ് കാര്യത്തിലൊക്കെ കയറി പിടിച്ചിട്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ദിയാസന അടിച്ചോ പിടിച്ചോ വലിച്ചോ അത് നിങ്ങൾ കൊണ്ടുവന്ന ആരോപണമാണ്. നമ്മുടെ ട്രാക്ക് അതല്ല. നമ്മുടെ ട്രാക്ക് മാറുന്നു. ട്രാക്ക് മാറ്റല്ലേ, കഥ മാറ്റല്ലേ, ഈ ടൂണറിയാലോ. റിക്വസ്റ്റ് ചെയ്യണം. ഞാൻ നിങ്ങളെ ചാനലുകാരടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്, പ്ലീസ് അതൊക്കെ കൊണ്ടുപോവാ. നിങ്ങൾ തെളിവ് സഹിതം ഞാൻ ഇട്ട് തരാം ഓരോ വ്യക്തികളുടെ. ദിയാസന, ആൻമരിയ, പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ റോഷ്നി, ഇവരുടെയൊക്കെ തെളിവ് സഹിതം. അതായത് ദിയാസനയുടെ എനിക്കറിയില്ല. ദിയാസനയുടെ അറിയാവുന്ന എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന് തർക്കിച്ചുകൊണ്ടേയിരിക്കുകയാണ് ദിയാസന അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ദിയാസന ടെസ്റ്റ് ചെയ്യും. എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല അങ്ങനെയെന്നല്ല പല അലിഗേഷൻ ദിയാസന പറഞ്ഞു. അങ്ങനെയല്ല ദിയാസന ചെയ്യേണ്ടത്. നീ ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യത്തോടെ നീ വന്ന് ടെസ്റ്റ് ചെയ്യണം. പിന്നെ അതേപോലെ ആൻമേരിയുടെ കാര്യം. ആൻമേരി പറഞ്ഞു 10 വർഷമായിട്ട് ഞാനൊരു വോയിസ് റെക്കോർഡ് കേട്ടതാ. 10 വർഷമായിട്ട് ഞാൻ ഭയങ്കര അന്തസ്സായിട്ട്, എൻ്റെ പൊന്നു മോളെ, ഞാൻ 1.5 വർഷത്തെ പരിചയമാണ് നിനക്കുള്ളത്. 1.5 വർഷം, 1.25 വർഷം. ആ 1.25 വർഷത്തിനകത്ത് നീ കാണിച്ചു കൂട്ടി 5 അവന്മാരെ പ്രേമിച്ചതും 5 അവന്മാരെ പറ്റിച്ചതിൻ്റെ കഥ തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. ചൊറിയാൻ നിന്നാൽ ഞാൻ ഇതും കൂടെ കൊണ്ടിടും. പെൺകൊച്ച് വളർന്നിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. നീ കൂടുതൽ ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സീരിയൽ സെറ്റിൽ ഒരു പയ്യൻ, പാവം പിടിച്ചൊരു പയ്യൻ്റെ 40,000, 50,000, 60,000 എല്ലാം മേടിച്ച് അവൻ അയച്ചു കൊടുത്തെന്ന് ഞാൻ നിങ്ങളുടെ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അവൻ അയച്ചു കൊടുത്ത ഫോട്ടോസും ഉമ്മ കൊടുക്കും, കെട്ടിപ്പിടിക്കും, അവരുടെ തമ്മിൽ സംഭാഷണം കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് അത് കഴിഞ്ഞപ്പോൾ വേർത്തം വന്നപ്പോൾ ഉടനെ അവനെ കളഞ്ഞിട്ട് അവൻ്റെ കൂടെ പോകുന്നു, അവനെയും പറ്റിക്കുന്നു, അവനെയും തെളിച്ച് കളഞ്ഞിട്ട് അടുത്തവൻ്റെ കൂടെ പോകുന്നു. അടുത്തവൻ അത് ഓക്കെ അല്ല. ബേസിക്കലി സജിന് ഒരു കാര്യം മനസ്സിലാക്കണം. ഇവരുടെ അവിഹിതങ്ങൾ കൊണ്ടുവന്ന് വാരിയിടുമ്പോഴത്തേക്കിന് ഈ കാണുന്ന ഞങ്ങൾക്ക് വ്യക്തമായൊരു ധാരണയുണ്ട്. സജിനയുടെ ഈ ചെറ്റ പരിപാടിക്ക് കൂട്ടം നിന്നവർക്കെല്ലാം ഏകദേശം ഇതേ സ്വഭാവം തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം. അങ്ങനെ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് സജിന ചിലപ്പം ഈ അവന്റെ കൂടെ പോകുമ്പോഴത്തേക്കിന് ഫിറോസ് ചിലപ്പോൾ അവരെ വിളിക്കും, സജിന എന്തിയെ എന്ന് ചോദിക്കാൻ പറയും. ഉണ്ട് സജിന ഉണ്ട്, ഉറക്കമാണ്, കൊടുക്കണമെന്ന് ചോദിക്കും. മറ്റേ എന്താ എന്ന് സംസാരിക്കുമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ നടക്കുന്നതിൻ്റെ ചുറ്റുമുള്ളത് വെള്ളപ്രാവുകളും നിങ്ങൾ മാത്രം മാടപ്രാവാന്നും ആരും വിശ്വസിക്കുന്നില്ല. എല്ലാവരും മാടപ്രാവ, അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. ഇനി കുത്തിയെടുക്ക്, നിങ്ങൾ കമ്പിട്ട് കുത്തി ഓരോരുത്തന്മാരെ എടുത്ത് താഴെ ഇട്. ഞാനൊന്നും കാണട്ട. 4-5 പേരോ ആർക്ക് ദിയാസനയ്ക്കോ? അങ്ങനല്ല, 4-5 പേരോ. അവന്മാരെ എനിക്കൊന്ന് കാണണമല്ല, അവന്മാരെ. അതാണ് മെയിൻ. 4-5 ഇവന്മാർ കണ്ണു കൂച്ച്. വേറെ എന്തുണ്ടോ കൂച്ച്
കൂവച്ചുണ്ട്. കൂവച്ചുള്ള മനുഷ്യ ശരീരം എന്തോ വേറെ? അയ്യോ, കൂവച്ച് പെട്ടെന്ന് അതേ വായി വരുന്നുള്ളൂ. അതല്ലല്ലോ, കുക്നി എന്ന് പറയട്ടെ ഞാൻ, അതേ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ്, സോറി, സമയം നീണ്ടു പോകുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂവച്ച് ഏതെങ്കിലും മനുഷ്യാവയവം ഞാനും നിങ്ങൾ ഉദ്ദേശിക്കത്തല്ലാത്ത വേറെ വല്ലതും ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഓക്കെ, ഹൈപ്പ് മര്യാദയ്ക്ക് എൻ്റെ വീഡിയോയ്ക്ക് താഴെ കൊടുത്തോളാം. പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അടുത്തവനോട് പോകുന്നു. അങ്ങനെ 5 കഥകൾ തെളിവ്. ലാസ്റ്റ് ഒരു ആക്ടറിനെ നശിപ്പിച്ച്, ആ കുടുംബം പോയി നശിപ്പിച്ചതിൻ്റെ അവരെല്ലാം നിന്റെ അടുത്ത് റിവെഞ്ച് മൈൻഡിൽ തന്നെ നിൽക്കുന്നത്. അവരെ നശിപ്പിച്ച ആറാണുങ്ങളിരുന്ന മോളെ, ഞാൻ പോലെ അല്ല അവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർന്ന മോളെ. ആണുങ്ങളാണ്, അവർക്ക് രീതിയിൽ ഇറങ്ങാനേ ഉള്ളൂ. അതുകൊണ്ട് ചൊറിയാതെ അവിടെ ഇരിക്കും. ചൊറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതായിരിക്കും ഞാൻ അടുത്തത് കൊണ്ടുവരുന്നത്. പിന്നെ അതേപോലെ തന്നെ റോഷ്നി, നീ തീർന്നു മോളെ. നിന്റെ എല്ലാ കാര്യം, നിങ്ങൾ സ്വർണ്ണം മാഫിയ ചെയ്ത ലാസ്റ്റത്തെ സാധനം കൊണ്ടല്ലോ തെളിവ് സഹിതം ഞാൻ കുറച്ച് ചാനലുകാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നിന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ. അപ്പം നീ എന്താണെന്നുള്ളതും തെളിയും. പക്ഷെ കാലം ഒരു ദിവസം സജിന ശരിയാണെന്നോ ആ ഒരു കാര്യം വന്നിരിക്കും. ഇതെല്ലാം സജിന ശരിയാണെന്നോ നിങ്ങളെല്ലാം പോകുക തന്നെ, അത് വേറെ കാര്യം. സജിന ശരിയാണെന്ന് കാലം തെളിയിക്കുന്നു. കാലം വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുക. ഒരുപാട് ആൾക്കാർ അതിനകത്തുണ്ട്, ഒരുപാട് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. അതിനിടയിൽ കൂടെ സജിനയുടെ 7-8 അവിഹിതങ്ങളും 2-3-4 കല്യാണങ്ങളും ആ പുറകെ നടന്നത് ഹണി ട്രാപ്പും ഇതെല്ലാം കൂടെ പൊക്കിയെടുത്തുകൊണ്ടെന്ന് തെളിയിക്കാനായിട്ട് കാലത്തിന് വേറെ പണിയൊന്നുമില്ലേ? കാലത്തിന്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടി, മനസ്സിലാക്കുക ആദ്യം. ഇന്ന് ക്രൂശിക്കുന്ന ആൾക്കാർ നാളെ നിങ്ങൾ തന്നെ പറയുന്ന ഒരു സമയം വന്നിരിക്കും. ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. ആ ദിവസം വരെ ഞാൻ ജീവനോടെ നിൽക്കുകയും ചെയ്യും. കാരണം ഓ മൈ ഗോഡ്, സീരിയലിൽ അഭിനയിച്ചതിന്റെ ഓരോ ഗുണങ്ങളൊക്കെ നോക്കണേ. കടുപുട എന്ന് പറഞ്ഞാണ് മനസ്സിലിണങ്ങുന്ന ഓരോ ഡയലോഗ്സ് ഒക്കെ പുറത്തു വരുന്നത്. എനിക്ക് എൻ്റെ മുന്നിൽ ഞാൻ അങ്ങേയറ്റം എനിക്കറിയാം. ഞാൻ കയറി പിടിച്ചിരിക്കുന്നത് ഒരു ഡ്രഗ്സ് മാഫിയയിലാണ് ഞാൻ കയറി പിടിച്ചിരിക്കുന്നത്. എനിക്കറിയാം ദിയാസന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ പല ഗ്യാങ്ങുകളും ഉണ്ട്. അവർക്ക് വേണ്ടി പൈസ ഇറക്കി പല ചാനലിലേക്കും പൈസ കൊടുത്ത്, ഇപ്പം എല്ലാ ചാനലും ഞാൻ പറയുന്നില്ല, പല ചാനലിലേക്കും പൈസ കൊടുത്ത് ദിയാസനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളും എൻ്റെ ഈ ദിയാസനെ തന്നെ മറപ്പിച്ചിട്ട് എൻ്റെ കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ദിയാസനെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. അതിൻ്റെ മാഫിയയിലാണ് ഞാൻ കയറി വെട്ടിക്കുന്നത്. എനിക്കറിയാം, ഞാൻ ഭയങ്കര വലിയൊരു തലയിലാണ് തല വെച്ചിരിക്കുന്നത് എനിക്കറിയാം. പക്ഷേ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ഒറ്റയ്ക്ക് പോരാടിയിരിക്കും. ദിയാസന, നിന്നെ കൊണ്ട് നീ ടെസ്റ്റ് ചെയ്ത് നിന്റെ റിസൾട്ട് വരുന്നത് വരെ ഞാൻ പോരാടിയിരിക്കും. കാരണം എനിക്ക് എന്നെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ എന്തായാലും നീ പറയുന്നു അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാൻ എൻ്റെ മനസ്സ് എൻ്റെ കണ്ണ് സമ്മതിക്കില്ലല്ലോ. അപ്പം അത്രയും ഉറപ്പോടെ പിന്നെ ഈ പറഞ്ഞ നാട്ടുകാരും ഈ കുറേ പെണ്ണുങ്ങളെല്ലാം പറയുന്നുണ്ട് ഞാനിങ്ങനെ ചെയ്ത് നടക്കുന്നത്. ഞാനിവിടെ ടെസ്റ്റ് ചെയ്യാന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഞാൻ അവർക്ക് റിക്വസ്റ്റ് ചെയ്യുക എന്താണ് എങ്ങനെയാണ് ചെയ്ത് കാണിച്ചു തരുന്നത്. എനിക്കിത് നമ്മളൊരു ലാബിൽ പോയി ചെയ്ത കണക്കല്ല, ഇത് റൂൾസ് അനുസരിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തേക്കും എൻ്റെ റിസൾട്ട് കാണിക്കാൻ. ഇതൊന്നും എനിക്ക് അറിയത്തില്ലെന്ന് പറയല്ലേ. ഇടയ്ക്കല്ലേ വന്നിട്ട് പറഞ്ഞത് അടിച്ചു കഴിഞ്ഞാൽ 1 വർഷം വരെ നിൽക്കും. ഞാനൊന്ന് തിരക്കിടുന്ന ആ ഡോക്ടറെ അടുത്ത് പോയി നിങ്ങൾ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ അവർ വരി ഒരു കണക്ഷൻ ഒപ്പിച്ചിട്ട് അവിടെ പോയി ചെയ്താൽ പോരെ. നിങ്ങൾ അങ്ങോട്ട് വേണ്ട ഇപ്പൊ പൊട്ടിക്കും. മിഥുന സിനിമയ്ക്കകത്ത് ഇപ്പൊ പൊട്ടിക്കും, ഇതാ പൊട്ടാൻ പോകുന്നു, ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇവന്റെ തല പൊട്ടിത്തെറിച്ചു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിക്കാനായിട്ട് നിൽക്കുക. ഇറങ്ങി പൊട്ടിയത് മിക്കവാറും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അതിലെങ്ങാണ് ഓടിച്ചെന്ന് അത് മേടിച്ച് പൊട്ടിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. നടക്കാൻ പോകുന്നത്. അപ്പം ഉടനെ തന്നെ ദിയാസന ഇതെല്ലാം ലോകം അറിയും എൻ്റെ മോളെ. എന്താ പറയുള്ളൂ, ഒരു നാൾ കള്ളം പല നാൾ കള്ളം ഒരു നാൾ പിടിക്കപ്പെടും എന്ന് പറയുന്ന കണക്ക് മോളെ പിടിക്കപ്പെടും. ഞാൻ ജീവനോടുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടും. ചിലപ്പം എന്നെ ഇവളുമാരെ ഈ പറഞ്ഞ കണക്ക് ഡ്രഗ്സ് മാഫിയയിൽ കയറി കളിച്ചുകൊണ്ട് ചിലപ്പം എന്താ സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അത് സത്യസന്ധമായ കാര്യം. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് സജിന. സജിന പിടിക്കപ്പെട്ടതുകൊണ്ട് സജിനയ്ക്ക് ആ ഒരു പഴമൊഴിയിൽ വളരെയധികം വിശ്വാസമുണ്ട്. ഒരു നാൾ പിടിക്കപ്പെടണം. കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിടിക്കപ്പെടണം. അപ്പൊ പിടിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ളൊരു കാര്യം ഞാൻ പറയാം. സജിന പിടിക്കപ്പെട്ടപ്പോഴത്തേക്ക് സജിനയുടെ കള്ളത്തരങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിൽ. നമ്മൾ സജിനയെ മറ്റേ ഡ്രഗ്സ് അതൊന്നും പറയുന്നെടുക്കുന്നില്ല. അതൊക്കെ ഓരോരുത്തർ കൊടുക്കുന്നുണ്ട്. കാണിച്ചു കൂട്ടി അതൊന്നും അല്ല. പിള്ളേരിങ്ങനെ ക്യൂ കണക്ക് അംഗനവാടി നടക്കുന്ന പരിപാടിയായിരുന്നു. അതല്ലായിരുന്നോ? എത്ര ആവുമാരും പൂക്കുട്ടി അവസാനം ഇങ്ങനെ ഇരിക്കുക, എൻ്റെ ദേമ എൻ്റെ കുട്ടിയും കോലും പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ. അപ്പം എന്തോ അത്. അപ്പം ആ അവസ്ഥയിലേക്കൊക്കെ ഈ കഥകളും കൊണ്ടുവന്ന് ഈ കാര്യങ്ങളും കൊണ്ടുവന്ന് അവതരിപ്പിച്ച് ഇട്ടതിന് ശേഷം ഞാൻ ലീക്കാക്കിയതല്ല, അത് ലീക്കാക്കിയത് അങ്ങനെയാണ്, ഇതിൻ്റെ സോഴ്സ് അവിടുന്നാണ് ഇവിടുന്നാണെന്ന് പറഞ്ഞാലും ഇത് കറങ്ങി തിരിഞ്ഞാൽ സംസാരിച്ച ആളുടെ മൊബൈലിലേക്ക് തന്നെ ഈ സാധനം എത്തുമ്പോഴത്തേക്കിന് ഇങ്ങനെ പറയുവാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും കൂടെ ഇതിനകത്ത് കയറി വരേണ്ടി വരും. അത്രേ ഉള്ളൂ. അപ്പം ടെസ്റ്റിങ്ങൊക്കെ നിങ്ങളുടെ പരിപാടി, അത് നമ്മുടെ വിഷയം അതല്ല. വിഷയം മാറ്റല്ലേ, ടോപ്പിക്ക് മാറ്റിക്കളയല്ലേ. അപ്പം ശരി.